ഇംതിയാസ്, നമുക്ക് അവിടെ ഈ അപകടം കണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ദൃക്സാക്ഷികളുടെ ഒക്കെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന അവസ്ഥയാണോ? ഈ അപകടം കണ്ടു എന്ന് പറയുന്നൊരു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രമാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം പ്രധാനമായിട്ടും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ബൈക്കുകൾ ഉണ്ടായിരുന്നു. ആ ബൈക്കുകൾ റോങ് സൈഡ് വന്ന സമയത്ത് അതിനെ വെട്ടിക്കുന്ന സമയത്താണ് ബസ് മറിഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പക്ഷേ നമ്മളോട് പ്രതികരിക്കാൻ ആ സമയത്ത് തയ്യാറായില്ല. അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്നൊരു കാര്യം. കാരണം രണ്ട് ബൈക്കുകളും സ്കൂട്ടറുകളും അവിടെ മറിഞ്ഞ് കിടക്കുന്നൊരു സാഹചര്യവുമാണുള്ളത്. ഒരുപക്ഷെ അതായിരിക്കാം കാരണമെന്ന് പറയുന്നു. എന്തായാലും അതിലൊരു വ്യക്തത ഇപ്പോഴും വരേണ്ടതുണ്ട്. സമീപത്താകെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ബസ് മറിഞ്ഞു നിൽക്കുന്ന ദൃശ്യം കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കോഴിക്കോട് ടൗണാണ്. കോഴിക്കോട് അരയിടത്തു പാലം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ മാവൂർ ഭാഗമൊക്കെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ പാലം കഴിഞ്ഞ് വേണം ഇങ്ങോട്ടേക്ക്, അതായത് പ്രധാനപ്പെട്ട റോഡിലൂടെ കയറി പോവാൻ. ഈ പാലം കഴിയുന്നത്, അതായത് പാലം ഇറങ്ങി അവസാനിക്കുന്നിടത്ത് വെച്ചിട്ടാണ് അപകടം ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ബൈക്കുകൾ മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യമാണ്. ആ പാലത്തിലേക്ക് ആ രണ്ട് ബൈക്കുകളും കയറുന്ന സമയം റോങ് സൈഡിൽ കയറുന്ന സമയം ഒരുപക്ഷെ ഈ ബസ് അതിനെ വെട്ടിക്കാൻ ശ്രമിച്ചതാവാം, അതല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഇടാൻ ശ്രമിച്ചതാണ് അപകട കാരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നൊരു കാര്യം. ആ സമയത്ത് ബസ് മറിയുകയും ചെയ്തു. എന്തായാലും ഒരു 25-ലധികം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു, ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സമീപത്തൊക്കെ ഇന്ന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സമീപത്തൊക്കെ നിരവധിയായ ആളുകൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് നഗരവുമാണ്. ആ സമയത്ത് തന്നെ ആളുകളെല്ലാം ഓടിക്കൂടി. പ്രധാനമായിട്ടും ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയും ബസ്സിനകത്ത് കയറി തന്നെ ആളുകളെല്ലാം അപ്പോഴേക്കും ഫയർഫോഴ്സും എത്തി. ബസ്സിനകത്തെല്ലാം കയറി ആളുകളെ പുറത്തേക്കെടുത്ത് ആശുപത്രികളിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ പോലീസ് സംഘവും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തി. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഈ ബസ് ഈ സ്ഥലത്ത് നിന്നും മാറ്റുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ബസ്സിൽ നിന്നുള്ള ഓയിൽ അതുപോലെ തന്നെ ഡീസൽ എന്നിവയെല്ലാം ഈ റോഡിലേക്ക് പരന്നിട്ടുമുണ്ട്. അത് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം അവരുടെ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് കഴുകിക്കളയാനുള്ള പ്രവർത്തികളിലേക്ക് കടക്കുകയാണ്. കാരണം ഓയിലും ഡീസലും എല്ലാം ആ റോഡിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വേറെ വാഹനങ്ങൾ, മറ്റു ഇരുചക്ര വാഹനങ്ങളോ മറ്റോ ഒക്കെ ഇതിലെ കടന്നു പോവുകയാണെങ്കിൽ അശ്രദ്ധ കൊണ്ട് ഒരു പക്ഷേ ആ ഓയിലൊക്കെ തട്ടി വീണ്ടും അപകടത്തിലേക്കൊക്കെ പോവാൻ അത് കാരണമാകും. അതുകൊണ്ട് ഉടനെ തന്നെ അതെല്ലാം പെട്ടെന്ന് മാറ്റി റോഡ് ക്ലീൻ ചെയ്യുക, റോഡ് സാധാരണ ഗതിയിലേക്ക് മാറ്റുക എന്ന ഒരു ദൗത്യത്തിലേക്കാണ് ഫയർഫോഴ്സ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതേസമയം തന്നെ ബസ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുക എന്നൊരു ദൗത്യവും നടക്കുന്നുണ്ട്. ഇംതിയാസ് കരീം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അരയിടത്തു പാലത്താണ് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി അവിടെ നിന്ന് ബസ് എടുത്തു മാറ്റേണ്ട ജോലിയുണ്ട്. ഒപ്പം തന്നെ ബസ്സിൽ നിന്നുള്ള ഡീസലും ഒക്കെ അവിടെ റോഡിലാകെ മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട്. കാരണം വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ടതാണ്. ഗതാഗതമാകെ സ്തംഭിച്ച അവസ്ഥയുണ്ട്. അതൊക്കെ മാറ്റാനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.